നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവാധീനം എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. പലരും എനിക്ക് ദൈവാധീനമില്ല എന്ന് പരിതപിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ ദോഷങ്ങളിലേക്ക് നയിക്കുന്നത്. സത്ചിന്തകൾ വളർത്തിയെടുക്കുക. തീർച്ചയായിട്ടും ദൈവാധീനം ഉണ്ടാകും. ദൈവാധീനം വർദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരും ദൈവാധീനമില്ല എന്ന് നിരന്തരം പരിതപിച്ചുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാത്തവരും ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് കാണുക. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ജീവിത സാക്ഷാത്കാരത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ് സ്വയം അംഗീകരിക്കുക, അറിയുക എന്നുള്ളത്. മറ്റുള്ളവർക്കുള്ള കഴിവുകളും ഗുണങ്ങളും തങ്ങൾക്കില്ലല്ലോ, മറ്റുള്ളവരുടെ നല്ല ജീവിത സാഹചര്യം നിങ്ങൾക്കില്ലല്ലോ എന്ന് പരിതപിക്കുന്നവരോട് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരെയും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അധികം പേരും നിങ്ങളെക്കാൾ മോശം അവസ്ഥയിലാണ് ജീവിക്കുക. അതിലും ഭാഗ്യവാൻ നിങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിനായിട്ട് വെറുതെ പരിതപിച്ച് സമയം കളയാതെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്രകാരം പരിതപിച്ചിരിക്കുന്നതിന് പകരം സ്വന്തം കഴിവുകളുടെ ഗുണഫലങ്ങൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കുക. അതിന് സഹായിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, അത് ഈശ്വര ഉപാസന മാത്രമാണ്. ഒരു പ്രപഞ്ച സൃഷ്ടിയും പൂർണ്ണമല്ല. എല്ലാ പ്രപഞ്ച സൃഷ്ടിക്കും എന്തെങ്കിലും അപൂർണതകളും ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ ജീവികളിലും എന്നതുപോലെ മനുഷ്യരിലും അപൂർണതകൾ ഉണ്ട്. മനോഹരമായിട്ടുള്ള മേനിയഴകും നൃത്ത മികവുമൊക്കെയുള്ള ഏറ്റവും ഭംഗിയുള്ള ജീവികളിൽ ഒന്നായിട്ടുള്ള മയിലിന് പോലും അതിന്റെ ശബ്ദം വളരെ അരോചകമായിട്ടുള്ളതാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് പ്രകൃതിയുടെ വികൃതിയും. യാതൊരു നൃത്ത കഴിവുകളും ഇല്ലാത്തതും അതേപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള മേനിയഴകവും ഇല്ലാത്തതുമായിട്ടുള്ള കുയിലിനാകട്ടെ നൽകിയത് നല്ല ശബ്ദത്തിന്റെ അനുഗ്രഹവുമാണ്. അതായത് ചിലതിൽ കുറവും ചിലതിൽ അതിമനോഹരമായിട്ടുള്ള കഴിവുകളുമൊക്കെ നൽകുക എന്നുള്ളത് പ്രകൃതിയുടെ ഒരു വികൃതി തന്നെയാണ് എന്ന് പറയാം. നമ്മളുടെ പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ ഇത്തരത്തിലാണ്. നമ്മളുടെ ഇല്ലാത്ത കഴിവുകളെ കുറിച്ച് ഓർത്ത് പരിതപിക്കുകയല്ല വേണ്ടത്, നമ്മളുടെ ഉള്ള കഴിവുകളെ തിരിച്ചറിയുകയാണ് വേണ്ടത്. നമ്മളുടെ പ്രപഞ്ച ശക്തി ചിലരിൽ ചില വിശേഷ ഗുണങ്ങൾ നൽകി ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മറ്റു ചിലരിലാകട്ടെ വേറെ ചില വിശേഷ ഗുണങ്ങളാണ് നൽകുക. വ്യത്യാസമുണ്ട്. എല്ലാവരിലും എന്തെങ്കിലും വൈശേഷ്യങ്ങൾ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. പ്രകൃതി ശക്തി അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി വളർത്തുന്നതിന് പകരം മറ്റുള്ളവരെ പോലെ ഒപ്പം എത്താനായിട്ടുള്ള ശ്രമം നടത്തുമ്പോഴാണ് നാം പരാജയപ്പെടുക. അവിടെയാണ് നമുക്ക് ദൈവാധീനം എന്ന അതിവിശേഷമായിട്ടുള്ള ജ്ഞാനപ്പഴത്തെ വേണ്ടത്. അതിന് ഒരേ ഒരു മാർഗം മാത്രമാണ് ആധ്യാത്മികത. അതിന് വേണ്ടതാകട്ടെ ഈശ്വരോപാസന. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വയം ഉള്ള വിശേഷ ഗുണത്തെ കണ്ടെത്തുക, കഴിവുകളെ കണ്ടെത്തുക. അത് അവരവരുടെ തന്നെ ബാധ്യസ്ഥതയാണ്. ഈ സ്വയം തിരിച്ചറിവിന് സഹായിക്കുന്നതാകട്ടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയും മാത്രമാണ്. തങ്ങളുടെ കഴിവുകൾ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്നതും അതല്ലാത്ത പക്ഷം ഒരു ഗുരുവിന്റെ സഹായത്തോടു കൂടി അതൊക്കെ കണ്ടെത്താൻ കഴിയുന്നതും ഒക്കെ ഈശ്വര കൃപയുള്ളവർക്കാണ് ലഭിക്കുക. ഗുരു ഈശ്വര തുല്യനാണ് എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അടിസ്ഥാനപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും പ്രതിഭയുമൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണമെങ്കിൽ, വളർന്നു വരണമെങ്കിൽ അതിന് ഈശ്വരാധീനം കൂടിയേ മതിയാകൂ. മികച്ച കഴിവുകളും പ്രതിഭയും ഉണ്ടായാൽ മാത്രം പോരാ, അവയൊക്കെ പരിപോഷിപ്പിക്കാനും വളർത്തിയെടുക്കാനും ഒക്കെ വേണ്ട വേദികളും സന്ദർഭങ്ങളും ലഭിക്കണം. അങ്ങനെയുള്ള അവസരങ്ങളിൽ ലഭിക്കുന്നതിനെയാണ് നാം ഭാഗ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈശ്വര കടാക്ഷം. നാം ഇന്ന് കാണുന്ന എല്ലാ രംഗത്തുമുള്ള ചില മികവുറ്റ കഴിവുള്ളവരെക്കാൾ ഒരുപക്ഷെ വെളിയിൽ അതിലും കഴിവുള്ളവർ ഉണ്ടാകാം. അവരൊന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ചിലപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിൽ എത്തുന്നവർ ഇതൊന്നും എന്റെ കഴിവ് കൊണ്ട് മാത്രം എത്തിയതല്ല എന്നുള്ള ബോധമുണ്ടാകണം. നിങ്ങളെക്കാൾ കഴിവുള്ളവർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരിടത്ത് ജനിച്ചു ജീവിച്ചു മരിക്കുന്നു. മിടുക്കരായതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഉന്നതിയിലെത്തിയത്, അത് ഈശ്വരാധീനം കൊണ്ടുകൂടിയാണ്. ഏതോ ഒരു ശക്തി നിങ്ങളെ അതിന് താൽക്കാലികമായി നിയോഗിച്ചിരിക്കുകയാണ് എന്ന സത്യം മനസ്സിലാക്കുക. കഴിവുകളും പ്രശസ്തിയും ഒക്കെ വളർന്ന് വലിയ നിലയിലെത്തുമ്പോൾ ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് സ്വയം അഹങ്കരിക്കുമ്പോൾ അടുത്ത ജന്മത്തിൽ ഇതിന് പകരം നാം വില കൊടുക്കേണ്ടി വരും. അതല്ല എങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ അതിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിൽ എത്തുന്നവർ ഒരിക്കലും തന്റെ കഴിവുകൾ കൊണ്ടാണ് ഇത് എല്ലാം നേടിയത് എന്നുള്ള അഹങ്കാര ചിന്ത വെടിയേണ്ടതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ദൈവികമായി നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളിലും പ്രശസ്തിയിലും
ചുറ്റുപാടുകളിലും ഒന്നും നാം അഹങ്കരിക്കാതിരിക്കുക. കഴിവുണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ദൈവാധീനവും ഭാഗ്യവും ഉണ്ടാകണം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ചിന്ത എല്ലായ്പ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുക, അത് തന്നെ ഒരു ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട ഘടകമാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നിരവധിയായിട്ടുണ്ട്. പ്രാർത്ഥന അതിലൊന്നു മാത്രമാണ്, പൂജകൾ അതിലൊന്നു മാത്രമാണ്. എന്നാൽ ഇതൊന്നും കൊണ്ട് മാത്രം നമ്മളുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. മനഃശുദ്ധിയും കർമ്മശുദ്ധിയും ഇവിടെ പ്രധാന ഘടകങ്ങളാണ്. അന്യർക്ക് ഉപദ്രവങ്ങൾ ഇല്ലാത്ത വിധം ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നത്, ആ ചൈതന്യം വർദ്ധിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള ചൈതന്യത്തെ സ്വന്തം പ്രവൃത്തിയിലൂടെയും ഉപാസനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സത്കർമ്മങ്ങളിലൂടെയും പരിപോഷിപ്പിക്കുകയാണ് വേണ്ടത്. ഈ വിധത്തിൽ ജീവിച്ച് ശീലിച്ചാൽ എല്ലാ വിധത്തിലുമുള്ള ദൈവാധീനം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ദൈവാധീനം ഉണ്ടാകാൻ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അതിനനുസരിച്ച് സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. തീർച്ചയായിട്ടും ഈശ്വരാധീനം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.